MT ചാക്കോ. ഇദ്ദേഹം ഞങ്ങളുടെ ഗ്രാൻഡ് ഫാദറാണ്. ഇന്ന് ഇദ്ദേഹം പണ്ടത്തെ പൈസയെക്കുറിച്ചൊക്കെ കാണിക്കും. നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത് കറൻസിയാണ്. നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന ഇന്ത്യയുടെ കറൻസി റുപ്പിയാണ്. നേരത്തെ പൈസയൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഇതിനെക്കുറിച്ച് 2 വാക്ക് സംസാരിക്കും. എൻ്റെ കുട്ടിക്കാലത്ത് 1963-64 ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ അന്നത്തെ കാലത്ത് അന്നത്തെ കാലത്ത് ഒരു പൈസ എന്ന് പറഞ്ഞാൽ അന്ന് ഒരു പൈസയ്ക്ക് 5 മുട്ടയെ കിട്ടുന്ന കാലഘട്ടമാണ്. ആ കാലഘട്ടം അത് പോയിട്ട് ഇന്നിപ്പോൾ 1 പൈസയ്ക്ക് വിലയൊന്നുമില്ല. എങ്കിൽ ഞാൻ സൂക്ഷിച്ചിരിക്കുകയാണ്. 5 പൈസ ഉണ്ടായിരുന്നു. 10 പൈസ സ്കൂൾ ബസ് ചാർജ് 10 പൈസ. അപ്പോൾ 1 പൈസ എന്ന് പറഞ്ഞാൽ 1 കിലോ കപ്പ വാങ്ങിക്കണമെങ്കിൽ അന്ന് 7 പൈസ മതിയായിരുന്നു. അപ്പോൾ അത്ര പൈസയ്ക്ക് വിലയുണ്ട്. ഇന്നിപ്പോൾ എന്തേ 1 പൈസ ഇതാണ് ചെമ്പിൻ്റെ കൊണ്ടുള്ള 1 പൈസ. അത് ഇതാണ് 1 പൈസ. പ്രത്യേകം ഇതാ ആരും പൈസയും ഉണ്ട്, മറ്റേ ചെമ്പിൻ്റെ പൈസയും ഉണ്ട്. ഞങ്ങൾ നിങ്ങളുടെ ഗ്രാൻഡ് ഫാദറിനെ ബാപ്പാജി എന്നാണ് വിളിക്കുന്നത്. ബാപ്പാജിയുടെ കയ്യിൽ ഹീറോ ഒക്കെ ഇല്ലേ? ഇനി അതിന് ശേഷം 2 പൈസ 1 പൈസ പൈരി കുഞ്ഞിനെ കാണാൻ പറ്റില്ല. സോറി, സ്ക്രീൻ ഒന്ന് റൊട്ടേറ്റ് ആയിപ്പോയി. അല്ല, ഇതിനകത്തുണ്ടായിരുന്നല്ലോ. കണ്ടോ, 2 പൈസ. ഇത് 1 പൈസയൊക്കെയാണ്. ഇത് പണ്ടത്തെ പൈസ. 2 പൈസ. ഈ 2 പൈസ ഒക്കെ ഇന്നിപ്പം കിട്ടാൻ റേറായിട്ടേ കിട്ടത്തുള്ളൂ. കിട്ടത്തില്ല 2 പൈസ ഒന്നും. ഈ 2 പൈസയൊക്കെ നിങ്ങളുടെ ഗ്രാൻഡ് ഫാദറിന്റെ കയ്യിലൊക്കെ കാണാൻ ചിലപ്പോൾ കാണുമായിരിക്കും. സൂക്ഷിക്കുന്ന ഒരു ഹോബിയുള്ള ഒരാളുടെ കയ്യിൽ ഇതെന്തുമായിട്ട് കാണുമായിരിക്കും. പിന്നെ പോയിട്ട് നമുക്കുള്ളത് 3 പൈസ. 3 പൈസ നമ്മൾ മിസ്സായി പോയി. പിന്നെ പോയിട്ട് നമുക്കിപ്പോൾ 5 പൈസ ഉണ്ട്. 5 പൈസ. നമ്മുടെ ഇപ്പോഴത്തെ രൂപയൊക്കെ റൗണ്ടായിരിക്കുമ്പോൾ ഇതൊക്കെ സ്ക്വയർ ഷേപ്പിലൊക്കെ എഴുതിയിരിക്കുന്നത്. ഇതെന്താ സാധനം? ഇത് 5 റുപ്പീസ്. ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? അലുമിനിയം കൊണ്ടൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നതാണ് ഇതൊക്കെ. ഇത് 5 പൈസയാണ്. ഇച്ചിരി വീഡിയോയ്ക്ക് ഇച്ചിരി ക്ലാരിറ്റി കുറവായതുകൊണ്ടാണ് കാണാൻ പറ്റാത്തത്. ഏറ്റവും സൗന്ദര്യമുള്ള പൈസ 2 പൈസ. ഏറ്റവും സൗന്ദര്യമുള്ള പൈസ 2 പൈസയാണെന്നാണ് എൻ്റെ ഗ്രാൻഡ് ഫാദർ പറയുന്നത്. അത് 2 എഴുതിയിട്ടുണ്ട്. അതിപ്പം പിന്നെ നമുക്ക് 10 പൈസ. നമുക്ക് 10 പൈസ ആണ്. 10 പൈസ. ബാപ്പച്ചിയുടെ ഹീറോ ഒക്കെ ഇല്ലായിരുന്നു. 10 പൈസ. ഇത് 10 പൈസ. 1ന്റെ നോട്ടൊക്കെ ഒന്നുണ്ടായിരുന്നു. 1ന്റെ നോട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ 10 പൈസ കഴിഞ്ഞ് പിന്നെ നമുക്ക് ഉള്ളത് 20 പൈസ. 20 പൈസ. 20 പൈസ. ഇത് 20 പൈസ. ഇത് 20 രൂപയാണ്. അല്ല, 20 പൈസ. അത് 20 പൈസ. 20 പൈസയാണ്. നമ്മുടെ ഇവിടെയൊക്കെ 20 രൂപയ്ക്കും ഇത്ര സൈസാണെങ്കിലും പണ്ട് 20 പൈസയ്ക്കും അതേ സൈസൊക്കെ തന്നെയാണ്. ഇവിടെ എഴുതിയിട്ടുണ്ട് പൈസ എന്ന്. പിന്നെ നമുക്കുള്ളത് 25 പൈസ. 25 പൈസ. ഇച്ചിരി പഴക്കമുള്ളത് കൊണ്ട് ഇതിലൊക്കെ ഇച്ചിരി ചെളി പിടിച്ചിട്ടുണ്ട്. കാണാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ളത്. 25 പൈസ. റേറ്റിലാകത്തില്ല. 25 പൈസ. ഇപ്പം നല്ലതുള്ളത്. പിന്നെ പോയിട്ടുണ്ട് 50 പൈസ. 50 പൈസയൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഗ്രാൻഡ് ഫാദർ പറയുന്നത്. 50 പൈസ. അതിപ്പോൾ നല്ലതുണ്ട്. 50 പൈസ നമുക്ക് കിട്ടുമായിരിക്കും. അവിടെ ഇവിടെയൊക്കെ കടന്ന് കിട്ടുമായിരിക്കും. പക്ഷെ അതിപ്പം എടുക്കത്തില്ല. ഒന്നും എടുക്കുന്നതല്ല. ഇപ്പം പൈസയൊന്നും എടുക്കുന്നതല്ല. 1 രൂപയൊക്കെ ഇപ്പോഴും ഉണ്ട്. 1 രൂപ ഉണ്ട്. പിന്നെ നമ്മുടെ ശേഖരത്തിലുള്ളത് 5 രൂപ. 5 രൂപയൊക്കെ എപ്പോഴുള്ള 2 രൂപ ഇപ്പോഴും ഉണ്ട്. ഹലോ ഗൈസ്, ഞങ്ങൾ ഇച്ചിരി നേരം തപ്പിയപ്പോഴത്തേന് ഒരു വലിയൊരു സംഭവം കിട്ടിയ ഇന്ദിരാഗാന്ധിയുടെ പിക്ചറുള്ള ഒരു 5 രൂപ കിട്ടി. 5 രൂപ കാണാമല്ലോ. ഇത് 5 രൂപ. ഇത് 1917 to 1984 എന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്ന പീരീഡ് എഴുതിയിരിക്കുന്നത്. നിങ്ങളൊക്കെ മീൻസ് നിങ്ങളുടെ അച്ഛനൊക്കെ അന്നേരം ജനിക്കാൻ വഴിയില്ല. അച്ഛൻ ജനിച്ചിട്ടുണ്ടാവത്തില്ല ഈ ഒരു സമയത്തൊക്കെ. 20 റുപ്പി 20 റുപ്പി ഇപ്പം നിലവിലുള്ളത്. ഇപ്പോൾ 20 റുപ്പിയല്ലടാ,
ഇത് 10 രൂപ. 10 രൂപയൊക്കെ നിലവിലുണ്ട്. 20 രൂപ എല്ലാവരുടെയും കയ്യിൽ കാണണമെന്നില്ല. ഇപ്പൊ എല്ലാവരുടെയും കയ്യിലുണ്ട്. പിന്നെ ഏറ്റവും വലിയ 1 രൂപയുടെ നോട്ട് കെട്ടാണ്. 1 രൂപയുടെ നോട്ട് കെട്ടാണ്. ഇതിപ്പം ആരും ഇല്ലാത്ത സാധനമാണ്. ഇത് നമ്മൾ പ്രത്യേകം സൂക്ഷിച്ചിരിക്കുന്നതാണ്. 1 രൂപ ഉണ്ട്. ഇത് ഫുള്ള് 100 രൂപയുണ്ടോ? 100 100 അതെല്ലാം കുറവാണ്. 98 1 രൂപയുടെ നോട്ടാണിത്. പിന്നെ പോയിട്ട് നമുക്ക് ഈ രൂപ വരുന്നതിന് മുമ്പ് നമ്മുടെ ഈ പൈസ ഉണ്ടാകുന്ന മുമ്പ് മറ്റൊരു രൂപ ഉണ്ടായിരുന്നു. അന്ന് നമ്മുടെ ഈ രാജ്യം ഭരിച്ച തിരുവിതാംകൂർ രാജാക്കന്മാരുടെ രാജ്യമാണ്. അന്ന് നമുക്കിവിടെ അണകളുണ്ട്. അണ അന്ന് ഇത് 2 അണ. ഒരണയെന്ന് പറഞ്ഞാൽ 6 പൈസ, 2 അണയെന്ന് പറഞ്ഞാൽ 12 പൈസ. അപ്പം ഇവിടെ ആദ്യം ഈ ഇവർ ഭരിച്ചപ്പോഴത്തേക്ക് രാജകുമാർ ഇരിക്കുമ്പോൾ നമ്മുടെ തിരുവിതാംകൂറിലുണ്ടായിരുന്ന നാണയമാണ് അണ. അതിനുശേഷം നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് കഴിക്കാൻ നോക്കുമ്പോഴത്തേക്ക് രൂപയായി. ഇതിന് പിന്നെ 16 അണ നോക്കുമ്പോൾ 1 രൂപ കിട്ടും. 2 അണ. ഇത് 2 12 രൂപ. 12 പൈസ. അങ്ങനെ രാജാക്കന്മാരുടെ കാലത്തുള്ള 63 ഇതിന് വില ഉണ്ടായത്. അന്ന് 2 അണയായിരുന്നു. അന്നൊക്കെ അണയ ഉണ്ടായിരുന്നു. 63 ഇതൊക്കെ ഉണ്ടായിരുന്നാണ് എൻ്റെ ഗ്രാൻഡ് ഫാദർ പറയുന്നത്. പിന്നെ പോയിട്ട് ഇവിടെ ഇരിക്കുന്നത് മറ്റു കോയിൻസ് എന്ന് പറഞ്ഞാൽ മറ്റു രാജ്യത്തെ കോയിൻസ് ഒക്കെ ഉണ്ട്. ഇത് വായിക്കാൻ എനിക്ക് അറിയത്തില്ല. ഏത് രാജ്യത്തെയാണെന്നൊന്നും എനിക്ക് വായിക്കാൻ അറിയത്തില്ല. പിന്നെ ബാക്കിയുള്ള രാജ്യത്തെ ചെറിയുള്ളതുകൊണ്ട് ജോർജ് അഞ്ചാമനോ ജോർജ് കിങ് വായിക്കാൻ പാടാം. അല്ല, ഇതിനകത്ത് പൈസ എത്രയാന്ന് എഴുതിയിട്ടില്ല തോന്നുന്നു. എനിക്ക് കണ്ടിട്ട് മനസ്സിലാവുന്നില്ല. നിങ്ങൾക്കിത് അറിയാമെങ്കിൽ പ്ലീസ് കമന്റ് ബിലോ. ഇത് പഴയ പൈസ. എനിക്കിത് കണ്ടിട്ട് എന്താ പണം. ഇത് പണ്ടത്തെ പണം. ഇത് സിൽവർ കോയിൻ. സിൽവർ കോയിന്റെ പണ്ട് എത്രയാ? സിൽവർ കോയിന്റെ വില എത്രയാന്ന് നമുക്കറിയത്തില്ല. ഇപ്പം അറിയത്തില്ല. മാർക്കെങ്കിലും അറിയാമെങ്കിൽ പ്ലീസ് കമന്റ് ബിലോ. പിന്നെ നമുക്ക് ഒത്തിരി മറ്റു രാജ്യക്കാരുടെ കോയിൻസ് ആണ് ഇരിക്കുന്നത്. ഇവിടെ എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ സെൻറ്റൊക്കെ ഞാൻ ഇച്ചിരി നേരം മുമ്പ് കണ്ടായിരുന്നു. എവിടെ സെൻറ്റൊക്കെ കിടക്കുന്നത്. സെൻറ്റ് എന്ന് പറയുമ്പോൾ ഒരു യൂറോപ്യൻ രാജ്യങ്ങളിലത്തെ കറൻസിയാണ് സെൻറ്റ്. അത് ഇപ്പോഴും അവരവിടെ യൂസ് ചെയ്യുന്നുണ്ട്. സെൻറ്റ് ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഹലോ ഗൈസ്, ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. ഇപ്പോഴൊരു ഒരു സെൻറ്റ് കണ്ടുപിടിച്ചു. ഇത് 1 സെൻറ്റാണ്. 1 സെൻറ്റിന് 80 പൈസയാണോ? 1 സെൻറ്റിന് 80 പൈസയാണ് ഇവിടെ. 1 സെൻറ്റ് ഇപ്പോഴും യൂറോപ്യൻ രാജ്യങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട് സെൻറ്റ്. അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങളിൽ സെൻറ്റ് ഇപ്പോഴും യൂസ് ചെയ്തു വരുന്നു. ഏറ്റവും എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ കയ്യിൽ ഇരിക്കുന്ന ഏറ്റവും വിലപിടിപ്പുള്ളത്, അല്ല ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണക്കാക്കുന്നത് 2 അണയും പിന്നെ ഈ ഒരു 2 പൈസ സൗന്ദര്യത്തിന് റാണി എന്നാണ് 2 പൈസ അറിയപ്പെട്ടിരുന്നത് എന്നാണ് എൻ്റെ എൻ്റെ ഗ്രാൻഡ് ഫാദർ പറയുന്നത്. പിന്നെ ഇത് 1 രൂപയുടെ നോട്ട് കെട്ട്. അത് എത്ര 98 എണ്ണം ഉണ്ട് ഇത് അല്ലേ? 98 ഒരു നോട്ട് കെട്ടാണിത്. ആവശ്യക്കാർക്ക് കൊടുക്കുന്നതായിരിക്കും. 100 രൂപ അങ്ങനെ കൊടുക്കുള്ളൂ. അതായത് എൻ്റെ ഗ്രാൻഡ് ഫാദർ പറയുന്നത് 1ൻ്റെ ഈ ഒരു നോട്ടിന് 100 രൂപ തരുവാണെങ്കിൽ ഇത് തരാവുന്നതാണ്. ഇത് വേണ്ടവർ ദയവായി ജോക്ക് പറഞ്ഞാണ് വിചാരിക്കരുത്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബാക്കി അടുത്ത ദിവസം വരുന്ന അപ്ഡേറ്റ്സ് ഞങ്ങൾ വീണ്ടും നിങ്ങളെ കമന്റ് ഒക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. നേരത്തെ കമന്റ്സ് ഒക്കെ ഓഫ് ചെയ്തിടുന്നത് എനിക്ക് ഓണാക്കേണ്ട അറിയത്തില്ലായിരുന്നു. ഇന്നിപ്പോൾ അങ്കിളുണ്ട്, അങ്കിൾ ഓണാക്കി തരും. അന്നേരം വി ആർ സൈനിങ് ഓഫ് ഫ്രം മിലൻ സിബ്ലിങ്സ്.